ഹലോ ഫുഡീസ്, നേന്ത്രപ്പഴം വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ക്രീമിയാണ് ഈ ഒരു പുഡിംഗ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് നുറുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം. പഴം അധികം പഴുപ്പ് കൂടിയതാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള ഏലക്കാപ്പൊടി ചേർത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിതിവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ട 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തണുത്ത പാൽ ഒഴിച്ചിട്ട് കട്ട കൂടാതെ ഇളക്കി ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം. പാല് തിളച്ച് വരുന്ന സമയത്ത് ഈ മിക്സ് നമുക്ക് പാലോട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഇതാ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കൊരു പുഡിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഒഴിച്ച് വെച്ച ആ ഒരു കസ്റ്റാർഡ് ഇതാ ഇതുപോലെ സെറ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പഴം വെച്ചിട്ട് ഒരു ലെയർ ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മുഴുവൻ കസ്റ്റാർഡ് മിക്സും ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുഴുവൻ പഴം വെച്ചിട്ട് അടുത്ത ലെയറും ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഞാൻ കുറച്ചുകൂടെ ക്രഷ് ചെയ്ത ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ തേങ്ങയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ചെറീസും കൂടെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മുടെ ക്രീമി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബനാന പുഡിംഗ് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്